കണ്ണൂർ അർബൻ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ആന്റണി സണ്ണിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസ് പുറത്തു വന്നത് മുതൽ പ്രതി ഒളിവിലായിരുന്നു. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും അജി കുഞ്ഞുമോനുണ്ട്. അജി, ഈ ഈ പ്രതിയെ എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക? വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. ഒരുപാട് കോടികൾ തട്ടിയെടുത്ത ഒരു കേസിലെ പ്രതിയാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരിക്കുന്നത്. ഇയാളെ എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക? എബി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം 30 കോടി രൂപയോളമാണ് ഇദ്ദേഹം തട്ടിപ്പ് നടത്തിയത്. 350ഓളം പരാതികളാണ് ഈ പ്രതിക്കെതിരെ കിട്ടിയത്. ഇന്നലെ രാത്രിയിലായിരുന്നു കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ PA ബിനുമോഹനും അദ്ദേഹത്തിന്റെ പ്രത്യേക സ്ക്വാഡും ഈ ഒളിവിൽ പോയിരുന്ന ഈ നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ സണ്ണിയെ അറസ്റ്റ് ചെയ്യുന്നത്. കോടികളുടെ നിക്ഷേപ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒളിവിൽ പോയ ആന്റണിയെ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ PA ബിനുമോഹൻ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ടായിരുന്ന ടീം ചേർന്ന് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ അറസ്റ്റും ഇന്നലെ രാത്രിയിൽ തന്നെ രേഖപ്പെടുത്തി. ആന്റണി സണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ഇതുവരെ 350ഓളം പരാതികളാണ് ഇയാൾക്കെതിരെ ലഭിച്ചത്. ഇതിൽ നിന്നും 30 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് പോലീസിന്റെ അനൌദ്യോഗിക കണക്ക് എന്ന് പറയുന്നത്. രാജ്യത്തിനകത്തും പുറത്തും വൻതോതിൽ ഈ സ്ഥാപനത്തിലേക്ക് പണം വന്നിട്ടുണ്ട്. ഇതിന്റെ തെളിവുകളെല്ലാം തന്നെയും പോലീസിനും അതേപോലെ ആദായ നികുതി വകുപ്പിനും ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയവും ഇപ്പോൾ പോലീസിനുണ്ട്. അങ്ങനെ ഇത് കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണവും പോലീസിന്റെ നടക്കുന്നുണ്ട്. ഇതിനു മുൻപ് ED അന്വേഷണം നടന്നിട്ടുണ്ടെന്നും ഹവാല സംശയം ബലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ED ഇയാൾക്കെതിരെ നേരത്തെ തന്നെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അതും പോലീസിനെ കുറെ കൂടി ഗൗരവത്തിലാക്കി ഇയാൾക്കെതിരെ കൂടുതൽ അന്വേഷണത്തിലേക്കാണ് പോലീസിനെ പ്രേരിപ്പിക്കുന്നത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക ഇന്റലിജൻസ് യൂണിറ്റിന്റെ സഹായത്തോടെയാണ് ഹവാല ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ നിലവിൽ പോലീസ് ശ്രമിക്കുന്നത്. കണ്ണൂർ ടൗൺ പോലീസ്, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള വ്യക്തികളാണ്. പരസ്യം ചെയ്തുകൊണ്ടാണ് ഇയാൾ നിരവധി പേരെ കുടുക്കിയിരിക്കുന്നത്. ഈ 2020 ഈ കമ്പനി ആരംഭിച്ചു. ഇയാളുടെ കമ്പനി 2020 ആണ് ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇയാളെ പോലീസ് സംഘത്തിന് പിടി കൊടുക്കാത്ത സാഹചര്യമായിരുന്നു. പോലീസിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് വരെ ജീവനക്കാർക്കും ശമ്പളവും നിക്ഷേപകർക്ക് കൃത്യമായി പലിശയും നൽകിയിരുന്നു എന്നതാണ് ഇതിന്റെ എല്ലാം വിവരങ്ങൾ. ഇയാളെ ഇന്നലെ പോലീസ് പിടിക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു സാഹസികമായ രീതിയിൽ തന്നെയായിരുന്നു ഇദ്ദേഹത്തെ പോലീസ് പിടിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇയാൾ കോടതിയിൽ ഹാജരാകാൻ വേണ്ടി ഒരു ശ്രമത്തിനിടയിലാണ് പോലീസ് പിടികൂടുന്നത്. ഇയാൾ കുറേ ദിവസങ്ങളായി ഒളിവിലായിരുന്നല്ലോ. കുടുംബക്കാരെ പോലും ഒരുപക്ഷെ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളൊരു അറിയിപ്പ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അദ്ദേഹം കീഴടങ്ങാൻ തയ്യാറായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ? തീർച്ചയായും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഇയാൾക്കെതിരെ പോലീസ് അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ഉൾപ്പെടെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ കടുത്ത സമ്മർദ്ദത്തിലൂടെ ഇയാളെ കീഴ്പ്പെടുത്തി എന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാൻ കഴിയില്ല. കാരണം സാഹസികമായിട്ട് തന്നെയാണ് ഇയാളെ പിടികൂടിയത്. കാരണം ഒളിവിൽ പോയിരിക്കുകയാണ്. കാരണം 30 കോടി രൂപയോളമാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഈ തട്ടിപ്പ് നടത്തിയതിനൊപ്പം തന്നെ ഇയാളുടെ ബന്ധുക്കൾക്കും ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ഈ 30 കോടി രൂപയോളം ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടുകളിൽ മാത്രമല്ല മറ്റു പലരുടെയും അക്കൗണ്ടുകളിൽ കൂടിയാണ് കൊണ്ടുവന്നത് എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊക്കെ പോലീസിന് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതിയായ സണ്ണിക്ക് നിക്ഷേപ തട്ടിപ്പിലെ പ്രതിയായ ആന്റണി സണ്ണിക്ക് ഈ ജാമ്യം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ തലശ്ശേരി സെഷൻസ് കോടതി ഈ ജാമ്യം തള്ളിയതോടുകൂടിയാണ് ഒളിവിൽ കഴിഞ്ഞ ഇയാൾ പുറത്തു വന്നത്. കാരണം ഇനിയും ഒളിവിൽ കഴിയുന്നത് സുരക്ഷിതമല്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കണം അദ്ദേഹം പോലീസിന് മുൻപാകെ കൊടുത്തത്, അല്ലെങ്കിൽ പോലീസ് ഇയാളെ കീഴടക്കി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിനകത്ത് പോലീസിനെതിരെയും ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഇത്രയും തട്ടിപ്പിന് ഇരയായി നടത്തിയ ഒരു വ്യക്തി ഒളിവിൽ പോയത് അത് പോലീസിന്റെ ഒരു പിടിപ്പുകേടാണെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു. കാരണം കോടതിയിൽ നിന്ന് തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യം
നിഷേധിച്ചതോടുകൂടിയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞ ഇയാൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം, പോലീസ് ഇയാളെ പിടികൂടുന്ന ഒരു സാഹചര്യം. അത്തരത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് പോലീസിൽ നിന്ന് പോലും ഇയാൾക്ക് സഹായികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വിശദമായി തന്നെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാൻ ഈ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ശ്രമിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു വിവരങ്ങൾ പുറത്ത് അറിയാൻ കഴിയുള്ളൂ. കണ്ണൂർ അർബൻ നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതിയെ ഇന്ന് കോടതിയിൽ ആന്റണി സണ്ണിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും.